എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെതിരെ KCBC രംഗത്ത് വന്നു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലല്ല പോകേണ്ടതെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24 പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കൊല്ലമായിട്ടും സർക്കാർ ഇതിന്റെ ഉത്തരവും ഇറക്കിയിട്ടില്ല. ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് NSSന് അനുവദിച്ചിരുന്ന പോലെ മറ്റു സൊസൈറ്റീസിനും അതേ കണ്ടീഷൻ വെച്ച് കൊടുക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണ്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളത്? ഇനി സുപ്രീം കോടതി പോകേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതിയിലെ വിധി വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കൂ. നിങ്ങളെന്താ അത് വായിച്ചു നോക്കുക? അതൊന്ന് കൃത്യമായിട്ട് എല്ലാവരുടെ മുൻപിലൊന്ന് വായിക്കൂ. എല്ലാവരും അറിയട്ടെ എന്താണ് സുപ്രീം കോടതി വിധിച്ചേക്കണേന്ന്. അത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകാത്ത കാര്യമാകുമ്പോൾ അത് ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല, അത് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്ന്. ഒരു ഉത്തരവിലൂടെ തീർക്കാവുന്ന കാര്യം ഇത്രയും മോശമാക്കിയിട്ട് എന്തോ സുപ്രീം കോടതിയുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്തിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. പറയൂ ആൻമരിയ. നിയമനത്തിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം, അത് പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭിന്നശേഷി നിയമനത്തിൽ പൂർണ്ണമായിട്ടും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതിനകത്ത് ഫാദർ ആന്റണി അറക്കൽ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും എന്തിനാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ഭിന്നശേഷി നിയമനത്തിൽ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിട്ടുള്ളതാണ്. ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാകാത്തതാണോ, പ്രശ്നം വലിച്ചു നീട്ടുകയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നും ഈ ഫാദർ ആന്റണി അറക്കൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ അധ്യാപകർക്ക് ഇതിനോടകം തന്നെ നിയമനം പലയിടത്തും ഉണ്ടാകേണ്ടതാണ്. അതിൽ ഏതൊക്കെ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള രേഖ അത് പുറത്തുവിടണം. എങ്കിൽ മാത്രമാണല്ലോ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഭിന്നശേഷി നിയമനം ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ അതിൽ നിന്നും സർക്കാരിനുണ്ടായ തിരിച്ചടി. അതോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനോടകം തന്നെ ഭിന്നശേഷി നിയമനത്തിൽ അതിൽ പൂർണ്ണമായിട്ടും ഒരു പരിഹാരം എല്ലാവർക്കും ഒരുപോലെ നടപ്പിലായിട്ടില്ല എങ്കിൽ അത് സർക്കാരിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ് എന്നും ഫാദർ ആന്റണി അറക്കൽ, അതായത് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. SKN ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.